കോടിക്കണക്കായ മനുഷ്യർക്ക് തൗഹീദില്ല. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആരാധിക്കുന്നവരോട് അള്ളാഹുലേക്ക് ക്ഷണിക്കല ഏറ്റവും ഭംഗി എന്ന് പറയാ. ഇവർക്ക് തൗഹീദ് പറയാൻ അറിയാം. ഇവര് മറ്റേ ഇസ്തിഹാസയും തവസ്സുലും പറഞ്ഞു നടക്കുകയാണ്. അതേ മരിക്കുന്നവരെ ഇബ്രാഹിം നബി അത് പറഞ്ഞ ആളാ, വേറൊന്നും പറഞ്ഞിട്ടില്ല. നൂഹ് നബി അത് മാത്രം പറഞ്ഞ ആളാ. മൂസാ നബി അത് പറഞ്ഞ ആളാ. അമ്പിയാക്കൾ മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് മതി. അതിന് നിങ്ങൾ പുച്ഛിച്ചോളി. ആഖിറത്തിൽ ഗനം തൂങ്ങും, ബേജാറാണ്ട. വെള്ളിയാഴ്ച മാത്രം നൽകപ്പെടുന്ന ഒരു വലിയ ഒരു മെഗാ സെയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു വലിയ ഓഫർ അത് ലഭിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മാത്രമാണ് അത്രയും പ്രതിഫലം റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചത്. അത് വീട്ടിൽ നിന്നും നന്നായി കുളിച്ച് വുളു എടുത്ത് നേരത്തെ വന്ന് പരമാവധി ഒന്നാമത്തെ സ്വഫുകളിലേക്ക് അവൻ കയറിയിരുന്ന് ഖുത്ബ ശരിക്ക് ശ്രദ്ധിച്ച് മറ്റൊരു ഖുത്ബയുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഒന്നിലേക്കും അവൻ ശ്രദ്ധ പതിപ്പിക്കാതെ ശ്രദ്ധ കേട്ടിട്ടുണ്ടെങ്കിൽ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സനതി അജ്രി സിയാമിഹ. അള്ളാന്റെ റസൂല് പറയാ, ആ മനുഷ്യനിക്ക് ഒരു വർഷത്തെ മുഴുവൻ നന്മകളും ഒരൊറ്റ കാല് വെച്ചതിന് പടച്ചറപ്പ് കൊടുക്കുന്ന, ഒരു വർഷത്തെ നോമ്പിന്റെയും ഒരു വർഷത്തെ നമസ്കാരത്തിന്റെയും കൂലി ഓരോ കാലുകൾക്കും കൊടുക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിക്കും നിങ്ങൾ. ഒന്നും വേണ്ട, നമ്മളിപ്പോ ആ പാർക്കിംഗ് നിങ്ങൾ നടത്തുന്ന ആലോചിക്കും. ഒരു 50 സ്റ്റെപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ടാവും, ഒരു 10-30 സ്റ്റെപ്പിൽ നടത്തിയിട്ടുണ്ടാവും. കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ ഒരു 30 കൊല്ലം കിട്ടിയില്ലേ. അത് എന്തുകൊണ്ടാ കിട്ടുക? ഈ നടത്തം കൊണ്ടാ കിട്ടുക.